ഒരാളിവിടെ പാത്രം കഴുകുക കേട്ടോ. കുളിക്കാൻ എണ്ണയൊക്കെ തേച്ച് മസിൽമാനെ പോലെ നിൽക്കുക. എൻ്റെ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ കുളിക്കാൻ കയറുന്നു. എന്തോ എന്തോ സ്വഭാവമോ മുത്തേ? ആ അപ്പം അങ്ങനായി. ഇന്നൊരു 5 മിനിറ്റ് നേരത്തെ ഞാൻ വന്നത്. അപ്പോൾ ഞാൻ നേരത്തെ വന്നത് കൊണ്ടാണ് കുളിക്കുന്ന സമയത്ത് വന്നതെന്ന് പറഞ്ഞു. ഞാൻ 10 മിനിറ്റ് താമസിച്ച് വന്നാലും കുളിക്കാതെ. അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ വണ്ടി വരുന്ന ശബ്ദം കേൾക്കുമ്പോഴാണ് ഇതിനകത്ത് കയറുന്നത്. എന്തേലും ആട്ടെ. പിന്നെ ഇന്ന് ഇച്ചിരി മീൻ മേടിച്ചിട്ടുണ്ട്. അത് കറി വെക്കണം. കേരയാണ് വാങ്ങിച്ചത്. അത് കറി വെക്കണം. ചോറൊക്കെ തിളപ്പിച്ച് വെച്ചിട്ട്, അരി തിളപ്പിച്ച് വെച്ചിട്ടാണ് പോയത്. പിന്നെ ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്, അത് ചെക്ക് ചെയ്യണം. പിന്നെ മോനുകുട്ടൻ ട്യൂഷന് പോയേക്കുന്നു. കുളിക്കാൻ പോണം. അങ്ങോട്ട് കയറി അവിടെ ആരെയും കണ്ടില്ല. അമ്മയും മക്കളും എല്ലാവരും കൂടെ കുടുംബസമേതം സാധനം മേടിക്കാൻ കടയിൽ പോയപ്പോ അമ്മ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെന്തുവാ, ഇന്ന് അടുക്കളയിൽ മീൻ കറി വെച്ച് വേറെ എന്തുവാ, വേറെ തോരനൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് മീൻ കറി വെക്കുക എന്നുള്ള ജോലിയേ ഉള്ളൂ കേട്ടോ. ഞാൻ പോയി കുളിച്ച് ജപിച്ചിട്ട് വരാം. എപ്പം കുളിക്കാനാണ്? ഒരാൾ കേറിയില്ല, എണ്ണത്തോണി കിടക്കുന്നതേ ഉള്ളൂ. ഈ ചവിട്ടി തീരുമാനമുള്ള സമയമായി കേട്ടോ. പിന്നെ ചവിട്ടി തീരുമാനമുള്ള സമയമായി. ആ ഓ വന്ന് കടയിൽ പോയിട്ട് യോ മോനെ അതിലേ വരണ്ടാക്കളെ, കുഞ്ഞു വീഴുവാക്കളെ. പിടിച്ചോണേ കയ്യേല, അവിടെ വീണ മുറി. യോ പിടിച്ചോ കുഞ്ഞോ. എവിടെ പോയാടി? എവിടെ പോയാ പൊന്നോ? എന്റെ കുഞ്ഞോച്ചു മാത്രമേ ഉള്ളൂ മാമിയോട് സ്നേഹം. അയ്യോ എന്റെ ഡബമ്മേ വീഴല്ലേ. അയ്യോ യോ യോ യോ. ആന്ന് എന്റെ മക്കളെ. അയ്യോ ഈ വണ്ടി എടുത്തടി പെണ്ണേ, വണ്ടി എടുത്ത്. കുഞ്ഞതാ. ആ മറ്റേ കൊണ്ടങ്ങ് വെക്കുക കേട്ടോ. അത് ലൈറ്റിന്റെ വേണ്ടാക്കളെ. കഴിച്ചു വേണ്ട, മാമിക്ക് വേണ്ട. നടന്നു വന്നതിന്റെ ക്ഷീണമാണ്. കുഞ്ഞോ മാമിച്ച് തരുവോ പാപ്പം? പാപ്പം തരാമോ മാമിക്ക്? യോ ചുമ്മാതാക്കളെ, വേണ്ട വേണ്ട പൊന്നു. ഞാൻ കുഞ്ഞാനെ കൊണ്ട് ചുമ്മാ നടക്കാന്ന് ഓർത്തോണ്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഓടി വന്നതല്ലോ. ചക്കരോ ചക്കരോ എവിടെ പോയാ? ഞാൻ അവിടെ വരുന്ന ഉടനെ സൗണ്ട് കേൾക്കുമ്പോൾ കുളിക്കാൻ കയറും. ഹലോ ജാനിമോളെ, ഞാൻ എന്തോ ചെയ്തു? പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിപ്പപ്പ് കുടിക്കുന്ന കുഞ്ഞിനെ കണ്ടോ?
ഈ വീഡിയോ ഞാൻ ഒരു ശകലം പോലും കട്ട് ചെയ്യാതെ മൊത്തം ഇടുന്നു. ഇതാണ് നമ്മുടെ ശിവ. പെട്രോൾ അടിക്കാൻ പോകും. പെണ്ണിലൊന്നും അല്ലത്. എല്ലാവരും ഞാനാ വഴിക്ക് പോയി. നമ്മൾ കണ്ട മീൻ കഴുകും കേട്ടോ. ഗോതമ്പ് പൊടി ഇട്ടേക്കുവാണ്. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. കഴുകി വാരി വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് കുളിക്കാം എന്ന് വിചാരിച്ചു. മോനുകുട്ടൻ അങ്ങോട്ട് ജാനിക്കുട്ടിയുടെ അടുത്തോട്ട് പോയി. മുത്തും ശിവയും കൂടെ പെട്രോൾ അടിക്കാൻ പോയി. ഇപ്പോൾ വരും. നമ്മുടെ അടുത്ത് ഒരു പെട്രോൾ പമ്പുണ്ട്, അവിടെ പോയതേ. ഞാൻ കൂട്ടി വെച്ചേക്കുന്ന ഓണാക്കിയാ എന്നിട്ട് ആ ഗ്യാസ് തീർന്നോ? നീ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് കുറച്ചു നേരമായി. ഗ്യാസ് ഓൺ ആവുന്നില്ല. വന്നോളെ അവനുണ്ടെങ്കിൽ അവനോടൊന്ന് വിളിക്കാൻ പറഞ്ഞു. ഗ്യാസ് ബുക്ക് ചെയ്യുന്നെങ്കിൽ പറ, സിലിണ്ടർ അങ്ങ് തരാം കേട്ടോ. പിന്നെ ചെയ്യുന്നതിനെന്തോ. ഗ്യാസ് തീർന്നാൽ ഇവിടെ കിടന്ന് കുത്തും വെട്ടും കൊലപാതകവും നടത്തും. അവിടുത്തെ അല്ലേ സിലിണ്ടർ. അതിന് ഉച്ചക്ക് എന്നെ വിളിച്ച് ചോദിച്ചതേ ഉള്ളൂ, തീർന്നോ, നാളെ ഗ്യാസ് വണ്ടി വരുമ്പോ എടുക്കാൻ. ഇപ്പൊ വിളിച്ചു പറഞ്ഞു സന്തോഷമായല്ലേ തീർന്നു. ഒരാളോട് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിക്ക് ചേരേണ്ടത്. വെള്ളത്തിൽ വെച്ചിട്ട് പാത്രമുണ്ട്. എന്തുവാ ഇവിടുന്ന് വരുന്നുണ്ട്. ഇപ്പൊ ഇല്ല, വരുവാണെങ്കിലേ ഓഫ് ചെയ്തേക്കണേ. എന്ത് ഇനി മറ്റേ സാധനം മേടിക്കാമേ. വയർ ഇതിന് കുഴപ്പമൊന്നും. അതിനാ കുഴപ്പം. ഞാൻ കയറ്റിടുമ്പോഴേ ഗ്യാസ് പോകാത്ത. കുഴപ്പം, അത് ഫിക്സ് ചെയ്തേക്കുന്നതന്നെ കുഴപ്പം. നാളെ എല്ലാം എടുത്തോ. ഇന്നെത്ര? 6. നാളെ തമ്പി രാത്രി പോവായിരിക്കും. ഗണേശനെ ടീച്ചർ 7:30. കുറച്ച് ദിവസം കൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു തലയ്ക്കകത്ത്. ഇന്നെന്തോ ഒരു വെളിവുകേടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചതുള്ളത് ഞാൻ ഇടുവാണ്. വേറെ ഒന്നും എടുത്തില്ല. ഇവിടെ ഒക്കെ വേണമെങ്കിൽ ചേർക്കാൻ. ബാംഗ്ലൂരാണ് ആദ്യത്തെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു വൈറസ് 8 മാസം പ്രായമായ കുഞ്ഞിന് സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞു. ഇനി എനിക്ക് അത് ഓർത്താ ആദ്യം ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് ഞാൻ വെള്ളം ചൂടാക്കിയൊക്കെ കുളിക്കാമെന്ന് ഓർത്തോണ്ട് ഗ്യാസ് ഓണാക്കാൻ നോക്കിയപ്പോ ഗ്യാസ് കത്തുന്നില്ല. ലൈറ്റർ പോയതാന്ന് വിചാരിച്ചു. വേറെ തീപ്പെട്ട് വെച്ചൊക്കെ നോക്കിയിട്ടും കത്തുന്നു. പിന്നെ ഞാൻ മുത്തിനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു നമ്മൾ ദൈവത്തെ ഓർത്തത് പണിയാതെ അവിടെ ഇരിക്കും, ഞാനങ്ങോട്ട് വരക്കണം. പിന്നെ ഞാൻ ഇവിടെ ഇരിക്കുവായിരുന്നു, അതുകൊണ്ടാണ് മീൻകറി വെക്കാൻ താമസിച്ചത്. ഇവ വീഡിയോ എടുക്കുന്നതിനെ മുഖമൊക്കെ മറിച്ച് പിടിച്ച നാണോ കേട്ടോ. രണ്ടുപേരുടെ നേരത്തെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉള്ള വീഡിയോ ഒക്കെ ഉണ്ട്. നമുക്ക് ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എപ്പോഴും വിടാക്കും. എല്ലാവരും നമുക്ക് മുത്തിനെ പോലെ
ഇവിടെ വരികയും എടുക്കുകയൊക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങളെല്ലാം എനിക്ക് എൻ്റെ മുത്തിന്റെ കൂട്ട് തന്നെ. അവരെയൊക്കെ കാണുമ്പോൾ ഇപ്പൊ എത്ര വലുതാന്ന് പറഞ്ഞാല് ഒരു വാത്സല്യം തോന്നും. ഇങ്ങനെ കത്തിച്ചേ എണ്ണതാ ചൂടാവട്ടെ. കറിവേപ്പില വേണം. താഴെ ഇടല്ലേ, കുറച്ചിടും മുളക് പൊടിയൊക്കെ. പറയണേ മതി മതി മതി. കറിവേപ്പില കുറച്ചിട്ട് കുറച്ച് മതി മതി. പൊട്ടിയില്ലേ അമ്മ എടുത്തു തരാം. നീളമുള്ള തവി എടുത്തു തരാം. മാറ് നീ മട്ടം വേണം. വെള്ളം ഇടല്ലേ വെള്ളമില്ലേ തോന്നില്ല. ഇത്ര മതി. എടുത്തോണ്ട് പോകാൻ ഞാൻ ഓർപ്പിച്ചോളൂ, എന്നിട്ട് വന്നു. വണ്ടി സ്റ്റാർട്ട് ആക്കിയോണ്ട് മറന്നുപോയി. പോയത് എടാ ഗണേശേ, ചത്തു പോവാണെ എന്റെ അക്കൗണ്ട് നോക്കിക്കോണേ. എടാ അഹങ്കാരം പറയരുത് കേട്ടോ. അമ്മ എന്തുവാ എത്ര രൂപയുടെ സാധനം? എന്താ പനി തലവേനയാണ്? അവക്ക് പനി. മോക്കോ? അവൾക്ക് എപ്പോഴാണ്? അവക്ക് എന്തിനാ ഡോളോ ഒക്കെ നിങ്ങൾ കൊടുക്കുന്നത്? കൊച്ചു കൊച്ചിന് ഇത് കൊടുത്താൽ മതി, ഈ പാരസെറ്റമോൾ കൊടുത്താൽ മതി. വലിയ ആളുകൾ നിക്കുവല്ലേ, ഞാൻ ഇരിക്കുവാ. ഉപ്പ് കാര്യം കേട്ടത്. ആവശ്യത്തിന് വിളമ്പിക്കണം. മോൻ വിളമ്പും, മോന്റെ ആവശ്യത്തിന് വിളമ്പും. കുറച്ച് വിളമ്പും. അതൊക്കെ ചോറ് വാഴക്കളയല്ലേ. മോനിക്കുട്ടന്റെ സ്പെഷ്യൽ മെഴുക്കുവരട്ടി ഉണ്ട് കേട്ടോ. രാവിലത്തെ കറിയാ വേണം. ചപ്പാത്തി കളയരുത്. ഒരു കൊത്തി വെള്ള വെള്ള ചൊടയും വിടരുത്. ഒരു കൊത്തി വെള്ള വെള്ള സൂപ്പർ മെഴുക്കുവരട്ടി. എന്റെ മോനിക്കുട്ടന്റെ മെഴുക്കുവരട്ടി കൂടുതലാം. മഞ്ഞപ്പൊടി ഇട്ടുകൊണ്ടിരിക്കാം അല്ലേ? ഞാൻ ഇച്ചിരി ഉപ്പിട്ട് കുറവാന്ന് വിചാരിച്ചു. കുഴപ്പമില്ല, ചോറിനോട് തട്ടി കഴിക്കും. കഞ്ഞിവെള്ളം തട്ടെ. കഞ്ഞിവെള്ളം കറി എന്താ മുത്തേ? കുറച്ച് ചോറ് മതി എനിക്ക്, കുറെ വേണ്ട. സാറിന്റെ ചെവിയെന്നതൊക്കെ എടുത്ത് ആ ഒരു മിനിറ്റ് ഞാൻ കഴിക്കട്ടെ കേട്ടോ. ആ കഴിച്ചിട്ട് വിളിക്കാം. ആ കലർത്ത മുട്ടല്ലേ, ചൂടാണ്. ഇത്ര ചോറ് വേണ്ട. ചോറ് വേണ്ടല്ലോ. മോരിയറി വേണം. എന്റെ കുഞ്ഞു പാത്രത്തിൽ എടുക്കണം.
ചോറും എൻ്റെ മോനുകുട്ടൻ്റെ മിക്കോരട്ടിയും ഒക്കെ കൂട്ടി നമുക്ക് കഴിക്കാം. ഇതേ തന്നെത്താനെ അരിഞ്ഞതാട്ടോ. രാവിലത്തെ ചപ്പാത്തിയുടെ കറിയാട്ടോ. എനിക്കത് കൂട്ടി ചോറുണ്ണാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് ഇച്ചിരി എടുത്തു. ഇനി മീൻ കറിയും കൂടെ ആകുമ്പോൾ നമ്മുടെ അത്താഴം റെഡി. എടുക്കട്ടെ. ഇങ്ങനെ മുള്ളിരിക്കുന്നതിനാണ് പറഞ്ഞത് മുള്ളുമീനാണ്. അപ്പം കഴിക്കട്ടെ. എല്ലാ ചക്കര മുത്തുമണികളോടും സ്നേഹം അറിയിക്കുന്നു കേട്ടോ. എല്ലാവരുടെയും കമൻ്റൊക്കെ വായിക്കുന്നുണ്ട്. ഒരു ദിവസം നമുക്ക് എല്ലാ കമൻറ്റിനും കൂടെ ഒന്നിച്ച് റിപ്ലൈ ചെയ്യാനുള്ള ഒരു വീഡിയോ ഒക്കെ എടുക്കണമെന്ന് കണ്ടൊക്കെ ഇരിക്കുവാണ്. സമയവും സാഹചര്യവും അനുവദിക്കുവാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി നാളെ കാണാം. ടാറ്റ, ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.